ഓക്കെ, നമ്മുടെ ടോപ്പിക് ഇന്ന് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി മൊണോപ്പൊളിസ്റ്റ് ഓർ മൊണോപ്പൊളിസ്റ്റ് ഫേം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ടോപ്പിക്കിന് മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ മൊണോപ്പൊളി ഫേമിൻ്റെ ഇക്വിലിബ്രിയം ഷോർട്ട് റണ്ണിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ ലോങ് റണ്ണിലേക്കാണ്. എന്താണ് ലോങ് റൺ? ലോങ് റണ്ണിൻ്റെ ഒരു ഫീച്ചർ എന്താണ്? ലോങ് റണ്ണിൽ നിന്ന് ദ ഫേം ക്യാൻ ചേഞ്ച് ഇറ്റ്സ് പ്ലാന്റ്. ഫേം ക്യാൻ ചേഞ്ച് ഇറ്റ്സ് പ്ലാന്റ്. ഓക്കെ, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് നമ്മളെങ്ങനെ? പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഫേമിന് മാറ്റാൻ പറ്റുമ്പോൾ നമ്മൾ അക്കാഡമിക്കലായിട്ട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, എനിത്തിങ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ സിറ്റുവേഷൻ ഓഫ് ദി ഫേം ഈസ് എക്സ്പ്ലെയിൻഡ് ത്രൂ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Okay, so production and its the relevant factor is the cost. Okay, so related to the production situation, the relevant factor is the cost. So there is the total cost, there is the total fixed cost as well as the total variable cost, which constitutes the total cost. Okay, so similarly there can be the average cost. We say that the equilibrium condition is that marginal revenue is equal to marginal cost. Okay, marginal revenue is equal to marginal cost. ഇനി അതാണ് നമ്മുടെ ഒരു സാധാരണ ഈക്വിലിബ്രിയം കണ്ടീഷൻ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഈ മാർജിനൽ കോസ്റ്റ് ഇത് കോസ്റ്റ് ആട്ടോ. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാധാരണ രീതിയിൽ ഷോർട്ട് റണ്ണിലാണെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കും. നമ്മൾ അതർവൈസ് മെൻഷൻ ചെയ്യാറില്ല. ഷോർട്ട് റൺ എന്ന് ജസ്റ്റ് പറയുക മാത്രമേ ഉള്ളൂ. സെക്കൻഡ്. അപ്പോൾ അങ്ങനെ ഷോർട്ട് റൺ കോസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളുണ്ട്. നമ്മൾ ആവറേജ് കോസ്റ്റ് നമുക്കുണ്ട്. അതുപോലെ നമുക്ക് ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളതൊന്നും ഇപ്പം കണക്കിലെടുക്കുന്നില്ല. പക്ഷേ നമ്മൾ സാധാരണ ഒരു ഇക്വിലിബ്രിയം വരയ്ക്കുമ്പോൾ ഇതാണ് മൊണോപ്പൊളിസ്റ്റ് ഫേമിൻ്റെ MR കർവ്, ഇതാണ് AR കർവ്. ഈ പോയിന്റിൽ നമുക്കറിയാം MR MC കൂടെ ഈക്വൽ ആവും. MR ഈസ് ഈക്വൽ ടു MC. ഇവിടെ വരുമ്പോഴാണ് AR, ഇതാണ്, ഇത് MR ആണ്, ഇത് MC ആണ്. ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് പ്രൈസ് തീരുമാനിച്ചു, POP. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനകത്ത് കോസ്റ്റ് ഏതാണ്? ഇത് മാർജിനൽ കോസ്റ്റാണ് അല്ലേ. ഇനി നമുക്കൊരു ആവറേജ് കോസ്റ്റും കൂടെ നമ്മളിങ്ങനെ വരയ്ക്കുക. ഇതാണ് ആവറേജ് കോസ്റ്റ്. ഈ ആവറേജ് കോസ്റ്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റാണ്. അതർവൈസ് നമ്മൾ മെൻഷൻ ചെയ്തില്ല, അത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയായിരിക്കും പ്രോഫിറ്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട് അല്ലേ. കാരണം ആവറേജ് കോസ്റ്റ് കുറവും പ്രൈസ് കൂടുതലുമാണ്. പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് കോസ്റ്റ്. മൊണോപ്പൊളിയിൽ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ MC. അപ്പോൾ ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് നമുക്കറിയാം. പക്ഷേ നമ്മൾ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ലോങ് റണ്ണിലെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ലോങ് റൺ ഈസ് a situation where the firm can change its plant. Okay, then what is the plant? How the plant is integrated in our economic analysis? When the analysis about the profit and the cost condition, the price condition, the output condition, etc., that of the firm, so that is integrated, one second, okay, so that is integrated under what we can say the average cost. എന്താണ് ആവറേജ് കോസ്റ്റ്? നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ എന്ത് പഠിച്ചു? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇത് LIC. എന്നിട്ട് അത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആൻ എൻവലപ്പ് കർവ് അല്ലേ, എൻവലപ്പ് കർവ്. സോ ദിസ് ഈസ് ദ LIC. വെൻ വി ആർ സ്റ്റഡിങ് അബൌട്ട് ദി ലോങ് റൺ ഇക്വിലിബ്രിയം of the firm, where maybe it in the monopoly situation, in the perfect competitive situation, when we are studying about the cost, the conditions of a firm in the long run, we have to use the long run average cost. Similarly, the long run marginal cost, there is no difference in that respect, So we are using long run average cost. We said that it is an envelope curve. It is a planned curve as well. That means some sort of a planning is there. Which plant you have to use? Which plant? So here a plant is indicated by an average short run average cost. Okay, a production facility is indicated by short run average cost. So this is the SAC1, this is the SAC2. This represent an output of how much a capacity of 10 units, this represent an output of 20 units, some other plant, again represented by short run average cost, maybe representing an output of 30 units, so when you are coming to next plant, it may be indicating an output of 30-40 units, and here, at a minimum point, this is a curious case where
the graphical significance of this particular plant represented by SAC 5 short run average cost of 5 is that the minimum of the short run average cost of 5 is tangent to the minimum of the entire LAC. Okay, so the minimum of short run average cost is equal to minimum of the LAC. This situation doesn't comes any other point of the LAC. It happens only at this particular point E. Okay, so at E the firm is having an what we can say the optimum operation. നമുക്ക് അതിനെ അങ്ങനെ പറയാം അല്ലേ, ഒരു ഒപ്റ്റിമം ഓപ്പറേഷനാണ്. സോ this is the plant or the production facility that gives the minimum cost for the firm. എന്താണ് മിനിമം കോസ്റ്റ്? SAC 5 എന്ന് പറഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ചുള്ള മിനിമം കോസ്റ്റ് ആണ് വരുന്നത്. മിനിമം കോസ്റ്റ് ഇതാണല്ലോ SAC LAC എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സിഗ്നിഫിക്കൻറ്റ്. ഇതിനിപ്പുറത്തോട്ടല്ല ആ ടാൻജൻസ് കിടക്കുന്ന ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് ഇപ്പോൾ കോസ്റ്റ് കുറയുന്നുള്ളായിരുന്നു. ഇവിടെ ഇപ്പോൾ കോസ്റ്റ് മിനിമം, ഈ പ്ലാന്റ് കോസ്റ്റ്. പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഓരോന്നും കോസ്റ്റ് കൂടുന്ന ആ സമയത്തുണ്ടോ. ഇതായിരുന്നു മിനിമം, കോസ്റ്റ് കൂടി. SAC 8 എന്ന് പറയാം, SAC 6, SAC 7. ഓക്കെ, രേഷ്മ ആദർശ് ക്ലാസ്സിലൊന്നും കയറുന്നേ ഇല്ലല്ലോ. ഓക്കെ, സോ കമ്മിങ് ടു ദിസ് cost condition, I told you that in the long run basically a firm can change its plant or a production capacity. Let me tell you that it is a production facility. Our production facility is represented by the SAC. So here there are different plants, different production capacity which give different types of different capacities of production for particular firm. This is a 10 unit firm, 10 unit plant, this is a 20 unit plant, this is a 30 unit plant, this is 40 unit plant, this is a 50 unit plant, this is a 60 unit plant. But you know the cost condition changes for this particular plant. This is the average cost, suppose that, and here it is, this is average cost, this is average cost. Here the average cost becomes minimum, suppose it is 20 rupees. Okay, but for other plants, you know, for other plants, even though there is higher production, the average cost becomes higher when you are having the cost in the average plant size like SAC 6, 7, 8, etc. When you are going increasing production capacity with each and every firm, you know what happens is that the average cost goes up. Okay, this is the unique plant size where the cost is minimum, and more than that the minimum of SAC is equal to minimum of what we can say LAC. Okay, പിടികിടുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ മിനിമം ഓഫ് LSAC, മിനിമം ഓഫ് SAC ഇവിടെ അവിടെ ടാൻജൻ്റ് ആയി തീർന്നു. ഓക്കെ, നോ പ്രോബ്ലം. സോ ടെൽ മീ ദാറ്റ്, so more than that I am not asking a question to you, but remember that a plant size is indicated by the short run average cost. Whereas there is the LAC which is the envelope of what we can say the short run average cost. നമ്മുടെ ടാസ്ക് ഇതാണ്, we have to find what is the long run equilibrium of a monopolist. Okay, the same method, same logic, same technique of understanding the long run equilibrium of the perfectly competitive firm is applicable here as well. And you have to understand that the long run, its peculiarity is that the firm can change its plant size. When it is changing its plant size, the change will happen in the case of what we can say cost, the relevant cost or shift. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഫേമിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് വരുവാണ്, ഏത് ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് വരികയാണ്, ഏത് മൊണോപോളിസ്റ്റിൻ്റെ ഒറ്റ സിറ്റുവേഷനുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ കണ്ടാണ്. ഇവിടെ ഒറ്റ വ്യത്യാസമുള്ള എന്താണ്, ദർ വിൽ ബി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് MR curve. Okay, so and usually in the case of equilibrium, you know, the condition is that MR should be equal to MC. This is the MC, this is the MR, this is equilibrium, this is the P. All those are very easy and we have covered it several times during the previous classes. I did not repeat that, you know. So now in the case of long run, we are not using the MC, but rather we are using what, the LMC. Let me draw the LMC. This is the LMC. What is the LMC? LMC is long marginal cost. Okay, then what is the profit? Rather the equilibrium condition for a firm, for a monopolist, equilibrium condition for a monopolist in the long run. It is
It is MR is equal to LMC. At what point this MR is equal to LMC? This is the MR, this is the LMC. At this point it happens, at this point it happens. So this is the equilibrium level of output, OP. This is the equilibrium level of quantity, total output. Okay, now we are having an SAC as well, rather the SMC. The SMC may go through like this, this may be the SMC. ഓക്കെ, നമ്മൾ സാധാരണ ഇത് ഇവിടെ SMC ആണ് വരയ്ക്കുന്നത്, പക്ഷേ ലോങ് റൺ ആയതുകൊണ്ട് നമുക്ക് SMC മാത്രമല്ല വരയ്ക്കുക, LMC. റിമെമ്പർ ദാറ്റ് ദി SMC ഗോസ് ത്രൂ ദിസ് പോയിന്റ്. ഓക്കെ, ഫോർ ദി ടൈം ബീങ്. ഇനി നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഇനി തീരുമാനിക്കുന്നത് ലോങ് റൺ ഇക്വലിബ്രിയം ആണല്ലോ. ഇക്വലിബ്രിയത്തിൽ എന്തൊക്കെ കാണും? ഇത് ഇക്വലിബ്രിയം കണ്ടീഷനാണ്. ഇക്വലിബ്രിയം ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു, ഇക്വലിബ്രിയം പ്രൈസ് കണ്ടുപിടിച്ചു. ദിസ് ഇസ് ഇക്വലിബ്രിയം പോയിന്റ്. ഓക്കെ, മറക്കരുത്, ഇതാണ് ഇക്വലിബ്രിയം പോയിന്റ്. ആ ഇക്വലിബ്രിയം പോയിന്റ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? നേരെ താഴോട്ട് വന്നപ്പോൾ നമ്മൾ പ്രൈസ് കണ്ടുപിടിച്ചു. മുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇക്വലിബ്രിയം പ്രൈസ് കണ്ടുപിടിച്ചു. താഴോട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇക്വലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. സോ OP is the equilibrium price, OQ is the equilibrium quantity. Then what is the equilibrium condition? That is MR is equal to LMC, and LMC should cut MR from below. Okay, you got that point? So what that happens at this point? Now, so this is equilibrium condition, partial equilibrium situation. നമുക്ക് മുഴുവൻ ഇൻഫർമേഷൻ കിട്ടിയില്ല. മുഴുവൻ ഇൻഫർമേഷൻ that there is a condition of profit. Where profit happens at this point. It is indicated by the long run average cost error. It is indicated by which point? The long run average cost error. Remember the long run average cost error. Okay, this is a long run average cost. This may be the plant. Which plant? The SAC. Okay, the SAC. So at this point, SAC and LAC are equal. Okay, so this is the equilibrium. This is equilibrium. This is the point which shows the average cost of this particular firm, and this rectangle indicate what? Profit. ഈ മെത്തഡോളജിയൊക്കെ നമുക്കറിയാവുന്ന എന്താണ് പ്രോഫിറ്റ് നമുക്ക് നിശ്ചയിക്കണം. സോ അറ്റ് ദിസ് ഇക്വലിബ്രിയം LMC is equal to MR. The firm is having what? Profit. The firm is having an economic profit, because in the long run the firm will not operate if there is no profit. നമ്മൾ നഷ്ടം വന്ന തൽക്കാലം ഷോർട്ട് റണ്ണിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. എപ്പോൾ വരെ ഓപ്പറേറ്റ് ചെയ്യും? ഷട്ട് ഡൗൺ പോയിന്റ് അവിടെ വരെ ഓപ്പറേറ്റ് ചെയ്യും. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് നമുക്ക് ആവറേജ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എങ്കിലും കവർ ചെയ്യുന്ന അത്രയും നമുക്ക് കാണണം, അപ്പോൾ അത്ര ഓപ്പറേറ്റ് ചെയ്യും. ലോങ് റണ്ണിൽ നമുക്ക് ഫുൾ കോസ്റ്റ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം, പിന്നെ അതിൻ്റെ കൂടെ അല്പം പ്രോഫിറ്റും കൂടെ ആണ്. സോ ഫോർ എ മോണോപ്പൊളിസ്റ്റ് ഇറ്റ് ഹാവ് ലോട്ട് ഓഫ് പ്രോഫിറ്റ്. സോ അണ്ടർസ്റ്റാൻഡബിളി നോർമൽ പ്രോഫിറ്റ് is a typical scenario. Normal, not economic profit, is a typical scenario in the case of what? A monopolist സംബന്ധിച്ച് എന്തുണ്ടാവും? ഒരു എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ടാവും. ഇതൊരു എക്കണോമിക് പ്രോഫിറ്റാണ്. കാരണം എന്താ? അവിടെ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? AC അല്ലേ? ഇത്രയാണ് AC. ഇതുണ്ടോ? ഇവിടെയാണ് AC. ഇത് LAC, SAC അങ്ങനെയാണ്. പിന്നെ ഇതാണ് പ്രൈസ്. അപ്പം ഇത്രയും കോസ്റ്റ്, ഇത്രയും പ്രൈസ്, ഇത്രയും ലാഭം, പ്രോഫിറ്റാണ്. ശരിയല്ലേ? സോ വെൻ യു ആർ മൾട്ടിപ്ലൈങ് ദാറ്റ് വിത്ത് ദിസ് മച്ച് ക്വാണ്ടിറ്റി, യു ക്യാൻ ഗെറ്റ് ദിസ് റെക്റ്റാങ്കിൾ വിച്ച് ട്രൂലി ഇൻഡിക്കേറ്റ് ദ ലെവൽ ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ദിസ് മോണോപ്പൊളിസ്റ്റ് ക്യാൻ ഗെറ്റ് ഇൻ ദ ലോങ് റൺ. ഓക്കെ, ആൻഡ് ദിസ് ലോങ് റൺ പ്രോഫിറ്റ് ഇസ് ഐഡൻറ്റിഫൈഡ് വെൻ യു ആർ ഡ്രോയിങ് വാട്ട്? ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എറർ. കിട്ടിയിട്ടില്ലോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നൗ ഇനി നമുക്കൊരു ചോദ്യം എന്നാണെന്നറിയോ? നമുക്ക് ഒരു സെക്കൻഡ്, നെറ്റ് കണക്ഷൻ ഇച്ചിരി പൂറായി. ഹലോ, സോ ഐ എം കണ്ടിന്യൂയിങ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. അതെന്താണെന്ന് അറിയാം? ദർ ക്യാൻ ബി എ സിറ്റുവേഷൻ വേർ ദ ഫേംസ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ പ്ലാന്റ് whose cost conditions are declining more. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ദ LAC. അപ്പോൾ ഇവിടെയാണ് ഇക്വലിബ്രിയം നടക്കുന്നതെങ്കിൽ
ഞാൻ വരയ്ക്കുമ്പോൾ അത്ര ശരിയാവുന്നില്ല കേട്ടോ. നിങ്ങൾ പലപ്പോഴും വരയ്ക്കുമ്പോൾ ഞാൻ ബുക്കൊക്കെ വന്ന് നോക്കാറുണ്ട്, ഇത് നല്ലപോലെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എത്ര നോക്കിയാലും എൻ്റെ വരച്ചില്ല. ഇവിടെയാണ് ഇക്വലിബ്രിയം നടക്കുന്നത്. നമ്മളിങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് പ്രശ്നം. ഇവിടെ ഇക്വലിബ്രിയം നടക്കുന്നത്. അപ്പോൾ എന്നാ ഈ കോസ്റ്റ് കണ്ടീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിലോ കോസ്റ്റ് കണ്ടീഷൻ പിന്നെ കുറയുന്നുള്ളൂ, ഇവിടെ വന്നില്ല. എന്നപ്പോൾ ഇവിടെ ആകുമ്പോഴാണ് ശരിക്കും എന്ത് സംഭവിച്ചു, മിനിമം വരുന്നത് അല്ലേ. രണ്ടുപേരുടെയും മിനിമം നടക്കുന്നത്. പക്ഷേ പ്ലാന്റ് സൈസിൻ്റെ മിനിമം LICയുടെ മിനിമം നടക്കുന്നത് ഇവിടെയാണ്, ശരി, ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴോ ഇതുണ്ടോ, മിനിമം കഴിഞ്ഞ്, ഇതാണ് മിനിമം എന്ന് നമുക്ക് വെക്കാം. മിനിമം കഴിഞ്ഞ് പിന്നെ കോസ്റ്റ് കൂടുന്ന കണ്ടത്തില്ല ഇക്വലിബ്രിയം നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ മിനിമം കഴിഞ്ഞ് പിന്നെയും കോസ്റ്റ് ഭയങ്കര കൂടുന്ന പ്ലാന്റ് സൈസ്, ആ പ്ലാന്റ് സൈസിൻ്റെ ആ ഏരിയ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് കൂടുതല. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന പരീക്ഷയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ദ പ്ലാന്റ് സൈസ്, ദ റെലവൻറ്റ് പ്ലാന്റ് സൈസ് മേ ഇൻഡിക്കേറ്റ് a declining cost situation for the firm, the minimum cost condition for the firm, an increasing cost condition for the particular firm, depending upon which SAC you are in which SAC you are operating. ശരിയല്ലേ? So in which SAC you are operating. So the position of the SAC determines whether the firm is having a declining plant plant size, a plant size with a declining nature, plant size with a minimum cost, minimum where you can hit the minimum cost, or a plant size where the cost condition or cost situation is going up. Okay, cost condition. So all that determines the nature of your plant size, the cost situation depends upon the nature of your the plant size, that indicated by the SAC. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ എക്സാമിന് നമ്മളൊന്ന് മെൻഷൻ ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പടം ഒന്നുകൂടെ വരയ്ക്കാം. 1-2 പടം കൂടെ നമുക്ക് ജസ്റ്റ് വരയ്ക്കാൻ കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെയാണ്. ഇതെന്താണ് നമ്മുടെ AR, ഇതെന്താണ് നമ്മുടെ MR, ശരിയല്ലേ? ഇതെന്താണ്, ഇത് നമ്മുടെ LIC. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു SMCയും കൂടെ വരച്ച് പിന്നെ നമ്മൾ എന്നാണെന്നറിയോ, തൊട്ടപ്പുറത്ത് നമ്മളൊരു LIC വരയ്ക്കുക. ഇതാണ് LIC ഇങ്ങനെ വരയ്ക്കുക. ഇക്വലിബ്രിയം എവിടെ നടന്നത്, ഇവിടെ നിന്ന് നോക്കി ഉണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇച്ചോടെ നോക്കണം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മിനിമം പ്രോഫിറ്റ് വന്നിട്ടില്ല. മിനിമം പ്രോഫിറ്റിന് മുമ്പ് നമ്മളിങ്ങനെയാണ് വരയ്ക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. മിനിമം പ്രോഫിറ്റ് വന്നിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി മിനിമം കോസ്റ്റ് ഇവിടെയല്ല, മിനിമം കോസ്റ്റ് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ദ കോസ്റ്റ് കണ്ടീഷൻസ് ആർ ഡിക്ലൈനിങ്. LMC മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ LIC വരയ്ക്കുമ്പോഴേ ഇതാണ് LIC. ഇവിടെയാണ് ഇക്വലിബ്രിയം നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മിനിമം കോസ്റ്റ് ഉള്ളത്, ഈ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അബ്സോർബ്. പക്ഷേ ഇക്വലിബ്രിയം നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ ഫേമിനെ സംബന്ധിച്ചോളം ആ പ്ലാന്റ് സൈസിൽ എന്താണ്, ദ കോസ്റ്റ് കണ്ടീഷൻസ് ഇസ് സ്റ്റിൽ ഫോളോയിങ് ബട്ട് ഹാസ് നോട്ട് റീച്ച് ദ മിനിമം പോയിന്റ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ നോക്കാം. ഇത് നമ്മുടെ MR ആണ്, ഇത് AR ആണ്, ഇത് LMC ആണ് അല്ലേ. ഇവിടെ നമ്മൾ ഇക്വലിബ്രിയം തീരുമാനിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ LIC, ശരിയല്ലേ? ഇതിങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഇക്വലിബ്രിയം നടക്കുന്നിടത്തായി ഇതാണ് നമ്മുടെ SAC, ഇതാണ് SAC. അപ്പോൾ ഇതാണ് ആ SACയുടെ മിനിമം. പക്ഷേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ കോസ്റ്റ് ഈസ് റൈസിങ്. So your plant is your equilibrium has reached in a plant where the cost conditions are going up. അപ്പോൾ ഇവിടെ ഇത് വേറെ എൻ്റെ ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം ഏതാണ് വരയ്ക്കാൻ പോകുന്നത് നമുക്കറിയാം അല്ലേ. ഞാൻ മുമ്പേ വരച്ച സിറ്റുവേഷൻ ഡയഗ്രം തന്നെയാണ്. ഇവിടെ നമ്മൾ AR ആണ്, ഇത് നമുക്ക് MR ആണ്. ഞാൻ വരച്ചോട്ടെ. ഇത് നമ്മുടെ എന്താണ്, LMC ആണ്. അതിനിടയ്ക്ക് നമ്മൾ SMC വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ വരയ്ക്കാം. SMC ഇങ്ങോട്ട് വരച്ചു. ഇനി നമ്മൾ ഇതാണല്ലോ പോയിൻ്റ്, നമ്മളിങ്ങനെ വരച്ചു. ഇവിടെയാണ് പ്രൈസ്, ഇവിടെയാണ് ഔട്ട്പുട്ട്. ഇനി നമ്മൾ എന്ത് വരയ്ക്കുക, LIC വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ മിനിക്കോണി നടത്തുമ്പോഴാണ് ഈ പടം കാണാം. ഞാൻ എത്ര നമുക്ക് ആ മിനിക്കോണി വേണമെന്ന് നമ്മുടെ തോന്നലാണ് മനസ്സിൽ. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ട് റൺ പാൻറ്റ് വരയ്ക്കുക. ഇത് ഷോർട്ട് റൺ പാൻറ്റാണെന്ന് വിചാരിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ വിചാരിക്കുക. ഞാനിപ്പോൾ പെൻ ഓടിക്കുന്നുണ്ടോ, അതിൻ്റെ കഴ്സർ പോകുന്നത് കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ.
കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഉണ്ടല്ലോ, ഞാൻ വരയ്ക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് വി ക്യാൻ സേ SAC. ആൻഡ് ദിസ് പോയിന്റ് ഈസ് ദ മിനിമം ഓഫ് ദി SAC. അപ്പോൾ ഇവിടെ എന്നാ പറയും, പ്ലാനിനെ സംബന്ധിച്ചോളം ഭയങ്കര, ഫെമിനെ സംബന്ധിച്ചോളം, ലെറ്റ് മീ ഡിലീറ്റ് ദിസ് പാർട്ട്, ഫെമിനെ സംബന്ധിച്ചോളം ഭയങ്കര ഈസിയാണ്. സോ ഭയങ്കര നല്ല സിറ്റുവേഷൻ, നോട്ട് ഈസി ബട്ട് ദ സിറ്റുവേഷൻ ഈസ് വെരി ഗുഡ് ഇൻ ദി സെൻസ് ദാറ്റ് ദ പ്രോഫിറ്റ് കണ്ടീഷൻ ഈസ് ദ കോസ്റ്റ് കണ്ടീഷൻ ദാറ്റ് ഫേം ഈസ് ഹാവിങ് ദ മിനിമം കോസ്റ്റ്. ഇതാണ് ഇക്വിലിബ്രിയം. ഇതിന് നമുക്ക് എന്നാ പേര് കൊടുക്കണം? LMC. അപ്പോൾ ഇവിടെ നമ്മളൊരു LIC ഞാൻ SMC വരയ്ക്കുന്നില്ല കേട്ടോ, കാരണം പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ നമ്മളിങ്ങനെ ഒരു വടം വരയ്ക്കാം. ഇതെന്താണ്? വെച്ചപ്പോഴും മിനിമം ഒന്നും ആയില്ല, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ LIC, ശരിയല്ലേ? ഇനി ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇതാണ് നമ്മുടെ SAC, പ്ലാൻ സൈസ്. അപ്പോൾ അതിൻ്റെ മിനിമത്തിലാണ് നടക്കുന്നത്, ശരിയല്ലേ? സോ കോസ്റ്റ് ഈസ് മിനിമം. സോ ദിസ് സിറ്റുവേഷൻ ക്യാൻ ഒക്കർ. പിന്നെ ഇവിടെ നമ്മൾ എന്തും കൂടെ വരയ്ക്കണം? ഒരു SMC കൂടെ വരയ്ക്കണം, മനസ്സിലായോ? സോ ഇൻ ദിസ് കേസ് the LMC is equal to LIC is equal to SAC. മനസ്സിലായല്ലോ? the LMC is equal to SAC is equal to what we can say, LMC is equal to LIC is equal to SAC. ശരിയല്ലേ? എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രൈസിന് തുല്യമാണോ? അല്ല, പ്രൈസ് വേറെ, ശരിയല്ലേ? അപ്പോൾ അവിടെ MRനും തുല്യമാണ്, ഇത് MRനും തുല്യം, MRും അവിടെ ഈക്വൽ ആയിത്തീരും, ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഒരു നമുക്ക് പറയാം മിനിമം കോസ്റ്റ് കണ്ടീഷനിൽ ഫേം ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ അർത്ഥം ലാഭമില്ലെന്നല്ല, ലാഭം ഇല്ലാണ്ട് കിടക്കുന്നുണ്ട്. ഇത്രയും പ്രോഫിറ്റ് അവിടെ ഉണ്ട്. ആ പ്രോഫിറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇക്കണോമിക് പ്രോഫിറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇക്കണോമിക് പ്രോഫിറ്റ്. ദ ഫേം ഈസ് enjoying an excess profit, a higher level of profit, which we call it as what? Economic profit. And this situation can also arise in the long run for a monopolist. So monopolist കോസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചിലപ്പം ഡിക്ലൈനിങ് കോസ്റ്റ് കണ്ടീഷൻ ആയിരിക്കാം, ചിലപ്പം ഇൻക്രീസിങ് കോസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും, ചിലപ്പം മിനിമം പോയിന്റിലാവും ഇക്വിലിബ്രിയം നടന്നിരിക്കാം. And but more than that, this is about the different cost conditions in which monopolists can operate. But more than that, you should understand that in the long run, for a monopolist firm, there can be economic profits. Economic profit means price is greater than what? LIC. മനസ്സിലായി? കാരണം അയാളൊരു മൊണോപ്പൊളിസ്റ്റാണ്. അയാളെ സംബന്ധിച്ചുള്ള വേറെ ആരും കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാളെ സംബന്ധിച്ചുള്ള വേറൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അയാളെ സംബന്ധിച്ചുള്ള പ്രൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും, അയാൾക്ക് മാർക്കറ്റിനെ മാനൂവർ ചെയ്യാൻ പറ്റും. ഹി ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഹിസ് മാർക്കറ്റ് ഇൻ ടേംസ് ഓഫ് പ്രൈസ് ഹി ഈസ് ചാർജിങ്, ഇൻ ടേംസ് ഓഫ് ദി ഔട്ട്പുട്ട് ഹി ഈസ് പ്രൊഡ്യൂസിങ്, ആൻഡ് ദ മാർക്കറ്റ് ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. വി കോൾ സച്ച് എ മാർക്കറ്റ് സിറ്റുവേഷൻ ആസ് മൊണോപ്പൊളി. ഓക്കെ, അപ്പോൾ അതാണ് മൊണോപ്പൊളിയുടെ പ്രത്യേകത. അവിടെ ലോങ് റൺ നിശ്ചയമായിട്ട് എന്ത് കാണും? പ്രോഫിറ്റ് കാണും. ആൻഡ് ഹി ക്യാൻ ചേഞ്ച് ദ പ്ലാൻ സൈസ്. സോ അത് എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണല്ലോ. അതിപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണല്ലോ. മൊണോപ്പൊളിയിലാണെങ്കിലും എവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്ലാൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിടിയിട്ടില്ല? സോ ദാറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ക്യാൻ സേ the equilibrium condition of a monopolist. In the long run, he is changing the plant size, and he can have excess profit or economic profit in the long run. Okay, ഞാനിതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. നമുക്ക് അടുത്ത ടോപ്പിക്ക് വരെ ഞാൻ അതിന് ഇൻട്രോ കൂടെ തന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താം.